നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മൊണാലിസ ഭോസ്ലെ എന്ന പെൺകുട്ടിയെ കേരളത്തിലെ മലയാളികൾക്കെല്ലാം ഇപ്പോൾ സുപരിചിതയാണ്. യുപിയിൽ നടന്ന കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടി. പക്ഷേ കേരളക്കര അവളെ ഏറ്റെടുത്തത് അവൾ ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതോടെയാണ്. കേരളത്തിലെ ഇടത് സർക്കാർ അക്ഷരാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ ഏറ്റെടുത്ത് നശിപ്പിച്ച് അതിനെ മറ്റൊരു മുസ്ലിമിൻ്റെ കൂടെ വിവാഹം കഴിച്ചയപ്പിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എന്ന് പലതവണ ഹൈന്ദവ നേതാക്കന്മാരെല്ലാം പറഞ്ഞിരുന്നു. അവരുടെ മാതാപിതാക്കളടക്കം പ്രായത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഒരു സുപ്രഭാതത്തിൽ നാടകീയമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പെൺകുട്ടി, ആ പെൺകുട്ടി ഫർമാനോടൊപ്പം താമസിക്കണം എന്ന് പറയുകയും തൻ്റെ പിതാവ് തന്നെ വേറൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഉടൻ തന്നെ ഇവിടെ നിന്നും കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി. പക്ഷേ അച്ഛനെ മകളോട് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ കേരളത്തിലെ ഇടതുപക്ഷം ഏറ്റെടുത്ത് വളരെ പെട്ടെന്ന് ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി. ഈ വിവാഹം സാധുവല്ല എന്നതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടുപേരും ഹിന്ദു ആണെങ്കിൽ മാത്രമേ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചുള്ള പരിരക്ഷ അവർക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോഴും ഫർമാൻ പറയുന്നത് അയാൾ മുസ്ലിമാണ് എന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ വെച്ചൊരു വിവാഹം സാധ്യമാവുക? അതുമാത്രമല്ല, ഈ പെൺകുട്ടി SC/ST പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പ്രായപൂർത്തിയായിട്ട് പോലും ഇല്ലാത്ത ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക വഴി പല വിധത്തിലുള്ള ക്രൈമാണ് കേരളത്തിലെ ഇടതു നേതാക്കൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്ന് ഇത് ലവ് ജിഹാദാണെന്ന് ആരോപിച്ച ഈ പെൺകുട്ടിയുടെ ആദ്യ സിനിമയുടെ സംവിധായകൻ ഉൾപ്പെടെ ആ സംവിധായകനെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടി ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെയാണ് നമുക്കറിയാം. നിമിഷ ഫാത്തിമയും അതുപോലെ തന്നെ ഇവിടെ നിന്നും അഖില അശോകനും ഒക്കെ പോയ വഴി നമുക്കറിയാം. സ്വന്തം മാതാപിതാക്കൾക്കെതിരെ പോലും തിരിക്കും. പിന്നെയാണോ ആദ്യത്തെ സിനിമ ചെയ്ത സംവിധായകൻ? ഏതായാലും മധ്യപ്രദേശിലെ SC/ST കമ്മീഷൻ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക്, അതായത് പെൺകുട്ടിയുടെ വിവാഹം നടന്ന തിരുവനന്തപുരത്തെ നൈനാർ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇതിൽ ഇടപെട്ടത്, എങ്ങനെയാണ് അവിടെ വെച്ച് വിവാഹം നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന പ്രാഥമികമായ അന്വേഷണവും മൊഴിയെടുക്കലുമാണ് അവരുടെ ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി ശിവൻകുട്ടിക്കും അതുപോലെ തന്നെ റഹീമും വി ശിവൻകുട്ടിയും MV ഗോവിന്ദനും ഒക്കെ ചേർന്നാണ് ഈ കല്യാണം നടത്തിയത്. ഏതായാലും ഇവർക്കെതിരെ കുരുക്ക് മുറുകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രായപൂർത്തി ആയി എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വ്യാജരേഖ നിർമ്മിച്ച് വിവാഹം കഴിപ്പിച്ചത്? ഈ വിവാഹത്തിന് നിയമസാധുതയില്ല എന്ന് മന്ത്രിമാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വിവാഹത്തിന് എങ്ങനെയാണ് ചുക്കാൻ പിടിച്ചത്? റഹീമിന് പേരിനൊരു LLB ഒക്കെ ഉണ്ടെന്നാണ് വാദം. അങ്ങനെയുള്ള LLB ഇല്ലാത്തവർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ടുപേരും ഹിന്ദു മാരേജ് ആക്ടിന്റെ പരിധിയിൽ വരണമെങ്കിൽ രണ്ടുപേരും ഹിന്ദു ആയിരിക്കണം. ഇനി അഥവാ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഇതൊന്നുമല്ല മാനദണ്ഡം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കണമെങ്കിൽ നേരത്തെ തന്നെ നോട്ടീസ് നൽകണം. ആ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണം. അതിനുശേഷം മാത്രമേ അങ്ങനെ വിവാഹം നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ, ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ പ്രായപൂർത്തി പോലും ആകാത്ത പെൺകുട്ടിയെ ഇങ്ങനെ വ്യാജരേഖ ചമച്ച് ആരാണ് വിവാഹം കഴിപ്പിച്ചത്? അതിലേക്കാണ് അന്വേഷണം പോകുന്നത്. കഴിഞ്ഞ ദിവസമേ ഞാൻ പറഞ്ഞിരുന്നു, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് പോക്സോ ആക്ട് ഇതിൽ നിൽക്കും. അതുപോലെ തന്നെ പട്ടികജാതി പീഡന നിരോധന നിയമം ഇതിൽ നിൽക്കും. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു കേസാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും മധ്യപ്രദേശിൽ നിന്ന് പോലീസ് ഇപ്പോൾ മധ്യപ്രദേശിലെ SC/ST കമ്മീഷനും പോലീസും ഒക്കെ ശിവൻകുട്ടി അടക്കം തിരഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ MV ഗോവിന്ദനും റഹീമും ശിവൻകുട്ടിയും ഒക്കെ കുടുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, ഈ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരു വിവാഹം നടത്തിയത്. ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ സർക്കാർ തന്നെയായിരിക്കും ഒന്നാം പ്രതി എന്ന കാര്യത്തിൽ സംശയമില്ല. റഹീമും MV ഗോവിന്ദനും അതുപോലെ തന്നെ വി ശിവൻകുട്ടിയും ഒക്കെ പ്രതിപട്ടികയിൽ വരുന്ന കാലം വിദൂരമല്ല.